ഇന്നത്തെ നമ്മുടെ നല്ല നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. കഴിക്കാൻ നല്ല രുചിയുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു നാടൻ കറിയാണിത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പച്ചമാങ്ങയും 12 ചെറിയുള്ളി അതുപോലെ തന്നെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമാങ്ങ ഉപയോഗിക്കുന്നതിന് പകരം ചെറിയ മധുരമുള്ള മാങ്ങയും പച്ചമാങ്ങയും രണ്ടും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഇത് രണ്ടും നമ്മളൊന്ന് മുറിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തുടങ്ങി 2.5 ടേബിൾ സ്പൂൺ വരെ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി മുഴുവനായിട്ട് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇത് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ട് ചെറിയൊരു ഗോൾഡൻ കളറാകുന്ന പാകത്തിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം മൂത്ത് പാകത്തിന് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമാങ്ങ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. എല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാങ്ങ കഷ്ണങ്ങൾ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് പച്ചമാങ്ങയൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് ഇതിലോട്ടേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, നല്ല എരിവുള്ള 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ പച്ചമാങ്ങയൊക്കെ ഇപ്പോൾ നല്ലതുപോലെ വെന്ത് മൺചട്ടിയിൽ നല്ല പാകത്തിന് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങയുടെ മിക്സ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് എത്രയാണോ നിങ്ങൾക്ക് കട്ടി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തേങ്ങയൊക്കെ നന്നായി മിക്സായി ഒന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാനൊരു ഇത്തിരി ശർക്കര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉപ്പ് ഇപ്പോൾ കുറച്ച് കുറവായതുകൊണ്ട് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടച്ച് വെച്ച് കറി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എരിവും പുളിയും മധുരമൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഒരിത്തിരി ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റിയാണ്. കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരിത്തിരി ചെറിയുള്ളി, ഒരു 4-5 ചെറിയുള്ളി മുറിച്ചെടുത്തിട്ടുള്ളത്, അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കടുക് ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കടുക് ഈ ഒരു സമയത്ത് ചേർത്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചെറിയുള്ളിയും കറിവേപ്പിലയും ഉപയോഗിച്ചാൽ മതി. ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കറിക്ക് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ചെറു തീയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറിയിലകത്തോട്ടേക്ക് ഇത് താളിച്ച് ചേർക്കാം. കറിക്കകത്തോട്ടേക്ക് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ പച്ചമുളകൊക്കെ നല്ല എരിവുള്ള പച്ചമുളക് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. എരിവുള്ള പച്ചമുളകും അതുപോലെ ഒരു ഇത്തിരി ശർക്കരയൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണെന്ന് തന്നെ പറയാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.